ഹലോ 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 79560 ആണോ? ഇത് 79,560. സോറി. ഹലോ 79,560 അല്ലേ? ഇത് 79560 ആണ് ചങ്ങാതി. ഹലോ, ഇത് ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയാണ്. ഓഹോ, താൻ മരിച്ചില്ലേ? പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ. ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനല്ല. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്. അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചോ പറയടോ. പാക്ക് അര പിള്ള. കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ്. കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാൻ പൊതുവാളെ? പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. കുട്ടിയെ ആരും വിളിച്ചോണ്ടൊന്നല്ല. കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ. ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ. പിന്നെ കോടതിക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. വക്കീൽ ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാന്തയിൽ കുറെ നിറങ്ങിയവനാ ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടിട്ടില്ലടോ പാക്കരപ്പിള്ള. തറവാടിന് പറയുന്നു. തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട. എന്താണോ ഇത്ര ചിരിക്കാൻ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ്. തെണ്ടി ചീമ പന്നി തറവാടിനെ തൊട്ട് കളിക്കുന്നു. അടിച്ചതിന്റെ കരണക്കുറ്റി പൊളിച്ചോളയും. ആരാ സംസാരിക്കുന്നത്? എന്തോടോ തന്റെ ശബ്ദം മാറിപ്പോയോ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പിള്ളേ. ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇത് ആരുടെ വീടാണെന്ന് കരുതി? ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. യു അൺകൾച്ചർഡ് ഫൂൾ. ഇംഗ്ലീഷിൽ തെറി പറയുന്നു. ദേ, ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ല. വെക്കണേ മൂലവി ഫോൺ. എത്ര ദിവസം ബ്രാഞ്ച് ഓഫീസിൽ? ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ടൗട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അല്ലല്ലോ. ഓടാപ്പനെ എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. ഗോ ആൻഡ് സ്റ്റഡി. എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളുടെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്? എന്താ മോളെ? ഈ ഗേറ്റ് ഒന്ന് തുറന്നേരും. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ. എങ്ങോട്ടാ നീ ഓടുന്നത്? ഇത്ര ചെറുപ്പത്തിലെ PT ഉഷ ആവാനാണോ ഭാവം? കമോൺ ഗോ. അനുസരണ അച്ചടക്കോ ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ? കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ. പുറത്തു പോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തുപോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Understand? Good. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പറ്റിയാല് പിന്നെ പാടുവോ? എന്താ എന്താ കാണിച്ചോണ്ടിരിക്കാ നീ? മുഴുവൻ കഴിക്കേ. എനിക്ക് മതി. എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നതെന്ന് അറിയാവല്ലോ. എനിക്ക് ഇഷ്ടമല്ല. ദേ, എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലുള്ള ശാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ കഴിക്കേ. എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചറില്ലാന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? പല്ലിയേച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയടാ ബാസി. എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ. അവനെ എന്തിനു പറയണം? ചെറുകുന്നം തറവാട്ടിലെ ആകെക്കൂടുള്ളൊരു തരിയാ. അവളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന കണ്ടില്ലേ?
നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വലിയേച്ചി. എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയേ കുടിക്കത്തുള്ളൂ. എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമല്ലിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങൾക്ക് കൾച്ചറൽ ആ ഇതാര്? ഗീതമോൾ ഇവിടെ ഇരിക്കി. ആ ഗീതമോൾക്ക് ഉറക്കം വരണില്ല അല്ലേ? അതെങ്ങനെ ഉറക്കം വരും? ഉറക്കം വരണമെങ്കിൽ അപ്പൂപ്പനൊരു കഥ പറയണ്ടേ? വേണ്ട. അതെന്താ വേണ്ടാത്തേ? ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാം. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു. കിങ് കോങ്ങും വൈഫുവാ? ഇത് ഉണ്ടത്തിയും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം 7 മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണം എന്നൊരു മോഹം. വിറക് വെട്ടാൻ കാട്ടിൽ പോയി അവിടെ ഒരു പുലിയെ കണ്ടു. ഈ കഥ എങ്ങനെയാ മോൾക്കറിയാ? ഇതല്ലേ ഇന്നലെയും പറഞ്ഞത്. എന്നാലേ അപ്പൂപ്പൻ വേറൊരു കഥ പറയാം. ആ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജകുമാരനും സുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു 4 മണിക്ക് നെയ്യപ്പം പഴംപൊരി തിന്നണമെന്നൊരു മോഹം. അവര് രണ്ടുപേരും കൂടി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോഴോ അവിടെ ഒരു കിങ് കോങ് ദേ ഇതുപോലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്ത് കഥ കേൾക്കാനാ ഇഷ്ടം? ഒരിടത്ത് ഒരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അങ്ങോട്ട്, എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. എന്തേ ഇരിക്കണേ വെറുതെ? ഗീതു നിക്ക്, ഗീതു ടൈ കെട്ടിട്ട് പോ. ബസ് വന്ന്. പിടിച്ചു. ആ മുഖം തുടക്കേ. പാല് കുടിച്ചാ വാ കഴിവണമെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ആ വരടിത്തള്ള പീപ്പി വിളിച്ച് ചാവാൻ പോവാന്നാ തോന്നണേ. ഒന്ന് വേഗാവട്ടെ. ടാറ്റാ. ഗീതു അമ്മൂമ്മയ്ക്ക് ടാറ്റ പറ. അതൊക്കെ അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് പറയാം. എന്താ കാമ ചേച്ചി, സുഖം തന്നെയല്ലേ? അല്പസുണ്ട്. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നെ. നമുക്ക് പോവേ. താൻ എവിടേക്കാ? കുട്ടിക്ക് ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ടല്ലോ. സീറ്റൊക്കെ എന്തിനാ? ഒന്ന് പോരെ. വയസ്സും പ്രായമായിട്ട് തമാശ ഒന്നും പോയിട്ട് എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാലുണ്ടല്ലോ കാര്യം മാറും. ചേച്ചി താൻ എവിടേക്കോടെ ഞൊളഞ്ഞൊളഞ്ഞ് കയറണേ? അല്ല, കുട്ടിക്ക് വഴിയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഇപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി ഇത്തിരി പച്ചമീനോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക വഴുതന എന്തെങ്കിലും ഒന്ന്. കുട്ടിക്ക് എന്താവശ്യം വന്നാലും അതിന് ഞാനുണ്ട്. താൻ തന്റെ കാര്യം ഞാൻ കേറൂട്ടമ്മായി. പോടെ അവിടുന്ന്. നിങ്ങൾ കുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെന്ന് എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹെഡ് ടീച്ചറിൽ നിന്ന് പറയാനാണ് ഞാൻ വരുന്നത്, അല്ലാതെ ഓശാരത്തിനല്ല. പോടെ അവിടുന്ന്. താനെ എവിടെ വേണമെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്തോ. പോടെ അവിടുന്ന്. നല്ലതിനോ ചീത്തയ്ക്കോ എനിക്കും വല്യേച്ചിക്കും വിവാഹത്തിന് യോഗം ഉണ്ടായില്ല. ചേച്ചിക്ക് ഇനി അതൊട്ട് പ്രതീക്ഷിക്കാൻ വേണ്ട. നീ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ വിവാഹ ദല്ലാളന്മാരുടെ കൂട്ടത്തല്ലായിരുന്നു വീട്ടുമുറ്റത്ത്. പണത്തിന്റെയും പണ്ടത്തിന്റെയും കണക്കുകൾ ഓരോരുത്തരും ഒന്ന് പറയുന്നത് കേട്ടപ്പോ എന്റെ തല കറങ്ങിപ്പോയി. എന്നിട്ട് നീ കാണിച്ച കടുങ്കൈ ഓർക്കുമ്പോ ജയരാജ പറയുമ്പോ പേഷ്കാരും ദിവാൻജിയുള്ള കുടുംബക്കാരാണെന്നൊക്കെ പറയാം. അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം നന്നായിക്കൊള്ളണമെന്നില്ല. അഹങ്കാരം പറ്റിയ ജാതികളാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ലടാ. നിനക്ക് എന്തായാലും തീർന്നല്ലോ. ഇനി ജസ്റ്റിസ് അമ്മായിയുടെ പത്രാസന്റെ പട്ടിക്ക് വേണം അല്ലേ വല്യേച്ചി? ജയരാജേ, ജയരാജ നീ നോക്കിക്കോ. ഈ ഒരു 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഒരു 6 ദിവസത്തിനുള്ളിൽ 6 ജസ്റ്റിസുമാരെ വിലക്ക് മേടിക്കാൻ കഴിവുള്ള ഒരു തറവാട്ടിൽ നിന്നും നല്ല പൈങ്കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കും. ഞാൻ നിന്നെ വല്യേട്ടാന്ന് വിളിക്കും. 2 പേർക്കും നിർത്തിയിട്ട് പോവാമോ? 20 കൊല്ലം പട്ടാളത്തിൽ ട്രക്ക് ഓടിച്ചതാ. പിന്നെ 10-15 കൊല്ലം അവിടെ ഇവിടെ ആയിട്ട് വേറെയും. ഇപ്പോഴും ദൈവം സഹായിച്ച് അധ്വാനിക്കാനുള്ള ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. പക്ഷെ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുക. ദുബായിൽ നിന്ന് 2ാമത്തവൻ വന്നിട്ടുണ്ട്. അവനാണ് കൂടുതൽ നിർബന്ധം. എവിടെയും പോവാതെ വീട്ടിലിരുന്നാൽ മതി എന്നാ പറയണേ. സംഗതി എനിക്ക് മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് വേറൊരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരുള്ളൂ? 84-87 ലേലനിലെ ഔസേപ്പിനെ മഠത്തിൽ 74-71 മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി ഇങ്ങോട്ട് മാറ്റിയാൽ അത് ശരിയാവില്ല. അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം. നോക്കട്ടെ, വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാം. ശരി അച്ഛൻ. അഡ്മിനിസ്ട്രേഷനെ കണ്ടോ? കണ്ടു. അച്ഛനെ കണ്ട് തീരുമാനിക്കാൻ പറഞ്ഞു. തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാം.
വയസ്സായില്ലേ, ഇനി മക്കൾ പറയുന്നതനുസരിച്ച് ജീവിക്കുക. ഫാദർ കൊട്ടാരമായിട്ട് തനിക്ക് എങ്ങനെ പരിചയം എന്നാ പറഞ്ഞേ? നാട്ടില് കോളേജിൽ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ താൻ കോളേജ് പഠിച്ചിട്ടുണ്ടല്ലേ? പ്രീ ഡിഗ്രി തോറ്റപ്പ് നിർത്തി. വെരി ഗുഡ്, അതേതായാലും നന്നായി. ഒരാളെ തപ്പി ഞാൻ ഈ നടക്കാൻ സ്ഥലം ബാക്കിയില്ല. ഡ്രൈവിംഗ് അറിയാവുന്ന പലരും ഈ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷെ ഭൂരിഭാഗം എണ്ണത്തിൻ്റെയും ആ ഒരു മുഖഭാവം അത്ര ശരിയല്ല. മാത്രമല്ല, ഈ വളയം പിടിക്കാൻ അറിയാവുന്നല്ലാതെ ഒരു സ്റ്റെപ്പിന് മാറ്റിയിടാൻ പോലും ഒരെണ്ണത്തിനും അറിഞ്ഞോളൂ. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൊട്ടാരത്തിനോട് കാര്യം പറയുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഉള്ളത് തന്നെ കൂടുതലാ. ആ, നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ബിരുദന്മാരാണ്. നല്ല കുട്ടികളാ, പിന്നെ കുറച്ച് കുസൃതിയൊക്കെയുള്ളത്. അതൊരു രസമല്ല അച്ചോ. ആ, ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം. നാളെ മുതൽ തൻ്റെ ആഹാര കാര്യങ്ങളെല്ലാം കുസിനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് പള്ളിയും മഠമൊക്കെ ഉള്ളതാ. അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവണം, നല്ലതാ. നീ ചെറുപ്പമാ, അതുകൊണ്ടാ പറഞ്ഞത്. കിടന്നുറങ്ങി. എന്താ ഇത് ബാഗിൽ വെച്ചത്? ലഞ്ച് ബോക്സാ. അതല്ല, ഇപ്പൊ വെച്ച എന്താ? ലഞ്ച് ബോക്സാ. കള്ളം പറയുന്ന കുട്ടി, നീ തരൂ ബാഗ്. ഇതെന്താ? പപ്പിയാ, എനിക്ക് ഡാഡി കൊണ്ടു തന്നതാ. കളിക്കുന്ന സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ല, അതവിടെ വെക്കൂ. ഇന്ന് കൊണ്ടുവല്ലാന്ന് ഞാൻ ജിജിയോട് പറഞ്ഞതാ. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്. കളിയൊക്കെ വീട്ടിൽ വന്നിട്ട് മതി. വേണ്ട, ഞാൻ കൊണ്ടുപോകും. വാശി പിടിക്കാതെ അതവിടെ വെക്കുക ചെയ്തു. ഇല്ല, എനിക്ക് ഡാഡി വാങ്ങി തന്നതാ, ഞാൻ കൊണ്ടുപോകും. ഓ, ഒരു ഡാഡി എന്ന് തുടങ്ങി ഡാഡി മോളെ സ്നേഹിക്കാൻ. അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും. നീ തരൂ. ഒരു പാവല്ലേ ആ കുട്ടി കൊണ്ടുപോകണുള്ളൂ. ആറ്റം പോകുമ്പോ നല്ലല്ലോ ബാഗിലിരുന്ന് പൊട്ടാൻ. തന്റെ ശുപാർശ ഒന്നും ആവശ്യമില്ല. അല്ല, ചെറിയ കുട്ടിയല്ലേന്ന് വെച്ച്. കുട്ടിയായിരിക്കുമ്പോ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം, അല്ലാതെ മുതിർന്നിട്ടല്ല. ഇവളുടെ മമ്മിയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. അതിന്റെ ഗുണം ഇവിടെ കാണുന്നുണ്ട്. തന്നോട് ചോദിച്ചില്ല. ഇത് മോളെ, ദേ ബസ് വന്നു, ബസ് വന്നു. താൻ കുട്ടിയെ ബസ്സിൽ കൊണ്ട് നാക്കൂ. ഗീതു, ദേ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും. നീ മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ. ഗീതു, എന്റെ യശോദരമ്മേ, ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ. നിങ്ങൾ ഈ വയസ്സുകാലത്ത് ഈ പാവയായിട്ട് എന്ത് കളി കളിക്കാനാ? താൻ പോടും. ദേ, കുട്ടി അവിടെ മോളെ അവിടെ നിക്കാൻ. അവിടെ നിക്കുന്നേ. പറയണ കേക്ക്. എന്താ ചെയ്യ? മോളൊന്നും വരില്ലേട്ടാ. എന്തേ? വിശേഷമൊക്കെ കേറിട്ട് പറയാം. മാറി മാറി മാറി. താനെങ്ങടെ പോണ വഴിക്ക് ആ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാ. അയ്യോ, മാർക്കറ്റിൽ പോവാത് ഗവൺമെന്റ് ബസ്സല്ല. തമാശ തന്നെ, തമാശ തന്നെ, തമാശ. അയ്യോ, നിന്റെ ഒരു തമാശ. പോടാ അവിടുന്ന്. തനിക്ക് യൂണിഫോം ഉണ്ടാ? ഇല്ല. ടൈ ഉണ്ടാ? ഇല്ല. ആ, യൂണിഫോം ഇട്ട് ടൈയും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചന്. തള്ളേ, മേലോട്ട് കളിക്കരുതട്ടോ. എന്താണ് ശബരി നിന്റെ തൊട്ടാല്? എന്ത്? ആ, പിന്നെ നീ ഒന്ന് കളിക്കാണ്ട് പോടാ അവിടുന്ന്. ഓടി. ഇറങ്ങ. ഞാൻ വരില്ല. ഇത് വരാൻ. ഞാൻ വരില്ല. വരാൻ. എന്റെ പപ്പി. വരാനാ പറഞ്ഞത്. എന്റെ പപ്പി. എന്തു പറ്റി നോക്കുന്നു? എന്തടോ പറയാ, കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ? അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാൻ നിന്നാലോ? ഇതിനെ ചൊല്ലിയ ഈ കണ്ട പൂക്കാറൊക്കെ ഉണ്ടായത്. താനിത് ആരും കാണാതെ ആ കൊച്ചിനൊന്ന് കൊടുത്തോളൂ കേട്ടോ.
അയ്യോ മോളെ ഭക്ഷണങ്ങളല്ലേ? കളയും. അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കുക? കഴിക്കണ്ട. കഴിക്കാതെ പിന്നെ? എന്നോട് മിണ്ടണ്ട. ഏയ് നിക്ക്, അങ്ങനെ ഇങ്ങ് പിണങ്ങാതെ. ദാ നോക്കിക്കേ, എന്താ ഇത്? ആ? ഏയ്, എന്റെ പപ്പി. ഇങ്ങ് താ, പപ്പി. ആ, വാ 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 വരാം വാ. പപ്പി താ. പപ്പി. വാ. വാ. പപ്പി താ. തരാം വാ. മോളിരിക്കെ. പപ്പിയെ തരാം, പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം. ഞാൻ കഴിഞ്ഞില്ലേ? അത് സാരമില്ല, അതിന്റെ സൂത്രമുണ്ട്. എന്റെ പപ്പി താ. തരാം മോളെ, തൽക്കാലം അത് വിട്ടിരിക്കട്ടെ. ഏയ് തൊടരുത്. ടാങ് ടടാങ്. ഇതെന്തത്? ചോറ്. ആ, ഇത് കഴിക്കുന്നതിന് മുമ്പ്. എനിക്ക് വേണ്ട. അയ്യോ വേണ്ട, കഴിക്കണ്ട. പക്ഷെ നമുക്കിത് വെച്ചൊരു കളി കളിക്കാം. ആ. ആ. ഇതെന്തിനാ ബോളാക്കിയത്? അയ്യോ ഇത് ബോളല്ല, ഇത് ഉണ്ണിയപ്പം. കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. മടിയം പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും. അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ. ഗീതുമോളാണ് ചുണ്ടലിക്കുഞ്ഞ്. നമുക്ക് കളി തുടങ്ങാം. ആ. ആ. വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു. തുടങ്ങാം. ആ. എണ്ണം കുറഞ്ഞു എന്നൊരു സംശയം. ഏയ് കുറയാൻ വഴിയില്ല. പൂച്ച വീണ്ടും ഉറക്കമായി. വീണ്ടും എണ്ണം കുറഞ്ഞു. കുറയാൻ വഴിയില്ലല്ലോ. പൂച്ച വീണ്ടും ഉറക്കമായി. കുറയുന്നെങ്കിൽ കുറയട്ടെ. പൂച്ച വീണ്ടും ഉറക്കമായി. മതി മതി. മോളുടെ വയറ് അറിഞ്ഞോ? ആ കണ്ടോ കണ്ടോ, ഗീതുമോള് ചോറുണ്ടത് കണ്ടോ? ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ. കൈ എഴുതാം. ആ ഇനിതാ മോളുടെ പപ്പി. താങ്ക് യു ഡ്രൈവർ. ഡ്രൈവർ അങ്കിൾ. മണിക്കുട്ടി വാ എഴുതിട്ട് പോ. മണിക്കുട്ടിയോ? ഞാൻ മണിക്കുട്ടിയല്ല, ഗീതുവാ. മാനസികമായ പൊരുത്തമില്ലായ്മ പ്രധാന കാരണമായി ഉന്നയിച്ച് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമാൻ ജയരാജ്, ശ്രീമതി ഉഷ ജയരാജ് എന്നിവർ പരസ്പര സമ്മതത്തോടെ സമർപ്പിച്ചിരിക്കുന്ന ഹർജിക്കാര്യത്തിൽ വേറിട്ട് ജീവിക്കുന്നതാണ് ഇരു കൂട്ടരുടെയും ഭാവി ശ്രേയസ്സിന് ഉത്തമമെന്ന് കോടതിക്ക് ബോധിച്ചിരിക്കുകയാണ്. എങ്കിലും വിദ്യാസമ്പന്നരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ളവരുമായ ദമ്പതിമാർക്ക് തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുന്നതിനും വേണമെങ്കിൽ യോജിക്കുന്നതിനുമായി 6 മാസത്തെ സമയം കോടതി നൽകുന്നു. ഈ കാലയളവിൽ അവരുടെ ഏകപുത്രിയായ ഗീതുവിന്റെ സംരക്ഷണ ചുമതലയെ ചൊല്ലി 2 കൂട്ടരും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും ലഭിക്കാൻ കുട്ടി ആഴ്ചയിൽ 4 ദിവസം അമ്മയുടെ കൂടെയും 3 ദിവസം അച്ഛന്റെ കൂടെയും കഴിയാൻ കോടതി നിർദ്ദേശിക്കുന്നു. ഗീതുമോളെ, ഗീതുമോൾ ഇവിടെ നിൽക്കുക. എല്ലാവരും പൂവായി. പ്രാവുണ്ടോ മോളില്? പ്രാവും അതിന്റെ ഫാമിലി ഉണ്ട്. കുട്ടികളെ ഞാൻ കണ്ടുല്ലോ, ചെറിയതാ. ഓഹോ, വഴക്ക് നടക്കുക. എന്താ കാര്യം എന്നറിയോ? ഇല്ല. എന്താ ഉണ്ടായത്? അതെങ്ങനെ അറിയാ? അതിന്റെ ഭാഷ നമുക്ക് അറിയില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ. പ്രാവിന്റെ മാത്രല്ല, മനുഷ്യര് വഴക്കിടുന്നതിന്റെ ഭാഷയും ഈ പൊതുവാളിന് മനസ്സിലാവണില്ല. ജയരാജ, വണ്ടി എടുക്ക്.
പോയിട്ട് കാര്യമായ ജോലികൾ വേറെ ഉണ്ട്. ഗീതു, get into the car. അപ്പൊ എങ്ങനെ 4 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ എങ്ങനെ എന്റെ അറേഞ്ച്മെന്റ്സ്? എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എന്താ പോരെ? അയ്യാ, മമ്മി പാറുമ്മ പറയാ ഇനി ഡാഡി മമ്മിയുടെ കൂടെ കൂടൂലെന്ന്. ആണോ മമ്മി? ഗീതുവിന് ഉറങ്ങാറായില്ലേ? പിന്നെ പറയാ ഞാൻ ഡാഡിയുടെ വീട്ടിലും താമസിക്കണോ ഇവിടെയും താമസിക്കണമെന്ന്. അതെന്താ മമ്മി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വേലക്കാരിയുടെ അടുത്ത് കിന്നാരം പറയാൻ പോരുതെന്ന്? ഞാൻ പോയതല്ല, അവര് കിന്നാരം പറയാൻ വന്നതാ. മോള് പോയി കിടന്നുറങ്ങ. ഞാൻ മമ്മിയുടെ അടുത്താ. വേണ്ട, മോളുടെ റൂമിൽ കിടന്നാ മതി. ചെല്ല്, ഗോ ടു യുവർ റൂം. ഇന്ന് മാത്രം കിടക്കട്ടെ. ഇന്ന് മമ്മിക്ക് തനിച്ച് കിടക്കണം. മോള് പോ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്.